ഹലോ കുഞ്ഞുങ്ങളെ, എൻ്റെ പേര് ബീന കൃഷ്ണ എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. എന്താണ് ഈ ഫ്രാക്ഷൻ? നോക്കൂ കുഞ്ഞുങ്ങളെ, വേണ്ടേ മുകളിലും താഴെയും, നിങ്ങൾ കൊച്ചു പിള്ളേരായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് എക്സ് ബൈ വൈ, എക്സ് ബൈ എന്നിങ്ങനെ വരയ്ക്കുന്നതിന് ബൈ വൈ, അതായത് മുകളിൽ തരുന്നതിനെ ന്യൂമറേറ്റർ എന്നും ഈ വരയ്ക്ക് താഴെ കിടക്കുന്നതിനെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. എന്താണ് കുഞ്ഞുങ്ങളെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരിക്കലും പരീക്ഷയ്ക്ക് എന്താണ് ഫ്രാക്ഷൻ എന്ന് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്കറിയണം എന്താണ് വരയ്ക്ക് മുകളിലും താഴെയും കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, എക്സും വൈയും. മനസ്സിലായോ? ഈ മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്റർ മലയാളം മീഡിയക്കാർക്ക് അംശം എന്നും താഴെ വരുന്ന ഡിനോമിനേറ്ററിനെ ഛേദം എന്നുമാണ് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്, അതായത് അംശം ബൈ ഛേദം. ഇതാണ് എന്താ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ 5/8, 10/20, നമുക്ക് എത്ര വേണമെങ്കിലും 26 ബൈ 100 എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇതിനെ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഫ്രാക്ഷൻ. അത് ഓക്കെ ആണോ? എങ്കിൽ നിങ്ങളോട് ഇനിയും നിങ്ങളുടെ നമുക്ക് ഇനിയും പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നോക്കുഞ്ഞേ, 1 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാമാണ്. 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാമാണ്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇനിയുള്ള കണക്കിനകത്തിൽ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് 1 kg എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അതുപോലെ അറിയേണ്ടതാണ് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കടയിൽ ചെന്നിട്ട് 1/2 കിലോ പഞ്ചസാര മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 500 ഗ്രാമിന് പറയുന്ന പേരാണ് ഹാഫ് കെ ജി കേട്ടോ. ഹാഫ് കേട്ടിട്ടുണ്ടോ? ഹാഫ് കെ ജി മിനിമം ഇത് അറിയണം കേട്ടോ. ഹാഫ് കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? 500 ഗ്രാമാണ്. ഇതൊക്കെ അറിയണം കേട്ടോ. ഹാഫ് കെ ജി എന്ന് പറഞ്ഞാൽ 500 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 250 ഗ്രാമിനെ നമ്മൾ എന്ത് പറയും? എന്താണ് 250 ഗ്രാമിനെ നമ്മൾ എങ്ങനെയാവും കുഞ്ഞുങ്ങളെ പറയുന്നത്? 1/4 കിലോ എന്തായാലും മേടിച്ച് എന്തുവാ 1/4 കിലോ എന്തോ ഞങ്ങളെ 1/4 കിലോ പഞ്ചസാര അല്ലേ? നമ്മൾ എന്തെങ്കിലും 250 ഗ്രാം തേയില അല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? 1/4 കിലോ. എന്താണ് 1/4 എന്ന് വെച്ചാൽ ക്വാർട്ടറിനാണ് കേട്ടോ. എന്താണ് ക്വാർട്ടർ? 1/4 ആണ് ക്വാർട്ടർ കേട്ടോ. അത് ഓർത്തോണേ. 1/4 കിലോ എന്ന് വെച്ചാൽ 1/4 ആണ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ അത്. അപ്പോൾ 1/2 കിലോ എന്ന് വെച്ചാൽ 500 ആണ്. 1/4 എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? 1/4 കിലോ എന്ന് വെച്ചാൽ 1/4 ആണ് കേട്ടോ. 1/2 കിലോ 1/4 കിലോ അങ്ങനെ ആക്കി ചോദിക്കും. 3/4 കിലോ അതായത് 750 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? 3/4 എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഇത്രയും നമ്മൾ ഇനിയുള്ള കണക്കിൽ അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് മറക്കല്ലേ. മറ്റേ എല്ലാം കിലോയിൽ പറഞ്ഞത് കൊണ്ട് ഇത് വേറെ സെൻറ്റിമീറ്ററിലും മീറ്ററിലെയാണ് കേട്ടോ. അതായത് 1/4 ലിറ്റർ അല്ലെങ്കിൽ 1/4 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, 1/4 ലിറ്റർ എന്നോ 1/4 കിലോ എന്ന് പറഞ്ഞാൽ 1/4, 1/2 ലിറ്റർ എന്ന് വെച്ചാൽ 2/4 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിനെ എന്താ പറയുന്നത്? 1/4 കിലോ. അത് കഴിഞ്ഞെന്താ 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 കിലോ. 4/4 എന്ന് വെച്ചാൽ ഫുള്ളാണ് 1 കിലോ. ഏതൊരു സംഖ്യ അതെപ്പോഴും അറിയണം കേട്ടോ. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കും. ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് 4/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ 1 ആണ്. ഏതൊരു സംഖ്യ അതിപ്പോൾ 100/100 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടിയെന്നല്ലേ. ഇപ്പോൾ സ്കൂളിൽ 100ൽ 100 ഉണ്ട് അല്ലേ? എനിക്ക് 50ൽ 50 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഫുള്ളാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പം 4/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളുണ്ട് എന്ന് വെച്ചാൽ 1 ആണെന്നാണ് അർത്ഥം. മിനിമം ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇനിയുള്ള കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നിങ്ങൾക്ക് മിനിമം ഇത് അറിയാൻ വേണ്ടിയാണ് 1 കിലോ എന്ന് പറയുന്നത് എത്ര? 1000 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 2 500 ഗ്രാം ചേരുന്നതാണ് 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ. ഓക്കെ ആണോ? 1 kg, കിലോഗ്രാമിൻ്റെ ഷോർട്ട് ഫോമാണ് kg കേട്ടോ. ഇതൊക്കെ അറിയണേ. 250 ഗ്രാം പ്ലസ് 250 ഗ്രാം അങ്ങനെ 4 250കൾ ചേരുന്നതാണ്
1 കിലോ അല്ലെങ്കിൽ 1000 ഗ്രാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ പേജ്, ഈ പേപ്പർ ഓക്കെ ആണല്ലോ? നമുക്കിനി ടെസ്റ്റിലെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നോക്കിക്കേ, ഫസ്റ്റ് ടെസ്റ്റ് നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗുണനത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ടെസ്റ്റ് കിടക്കുന്ന കാണുന്നുണ്ടോ? ഞാൻ നോക്കിക്കേ ക്വസ്റ്റ്യൻ. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 milliliter. ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽ? എന്തോ ഞങ്ങളെ, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 milliliter. ഒരു ബോട്ടിൽ 250 milliliter എന്താ വെള്ളമുണ്ടെന്നോ എന്തോ വരുന്നു ഇതിനകത്തിൽ, എന്തോ ഉണ്ടെന്ന്, മില്ലി-ലിറ്റർ ഉണ്ടെന്ന്. ഹൗ മച്ച് വാട്ടർ ഡു മില്ലി-ലിറ്റർ ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു കുപ്പിയിൽ 250, അവിടെ മലയാളം കൊടുത്തിട്ടുണ്ട്, എന്താ ഒരു കുപ്പിയിൽ എന്താ 250 മില്ലി-ലിറ്റർ, ML ആണ്, ML സ്മാൾ ലെറ്റർ, ML വെള്ളം കൊള്ളും. 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം? ഇത് കൊച്ചു പിള്ളേരുടെ ചോദിച്ചാലും നമുക്ക് പറയാം. എങ്ങനെയാ കുഞ്ഞുങ്ങളെ? ഒരു കുപ്പിയിൽ 250 അല്ലേ? അങ്ങനെ ആണെങ്കിൽ 2 കുപ്പിയിൽ, അങ്ങനെ ആകുമ്പോൾ 3 കുപ്പിയിൽ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ് ചെയ്യേണ്ടത് ആണല്ലോ. ഇങ്ങനെ ആണെങ്കിലും നമുക്ക് എത്ര കിട്ടും? 750 കിട്ടും. ഇങ്ങനെ ചെയ്യാം, ഓക്കെ. പക്ഷേ നമ്മളോട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയിൽ 250 milliliter ഉണ്ടെങ്കിൽ 3 കുപ്പിയിൽ എങ്ങനെ എഴുതണം കുഞ്ഞുങ്ങളെ? 250 എന്ന് എങ്ങനെ എഴുതണം? 250 milliliter ഇൻറ്റു 3 എന്ന് എഴുതണം കേട്ടോ. ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3 വട്ടം ഉണ്ടെന്ന് കാണിക്കണം കേട്ടോ. 250 milliliterന്റെ 3 മടങ്ങാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇനി അങ്ങോട്ട് അത് പറയുന്നുണ്ട് കേട്ടോ. 250 milliliterന്റെ 3 മടങ്ങാണ് എന്ന് വെച്ചാൽ 250 അധികം 250 അധികം 250 ആണ് 750 milliliter. ഇപ്പം പിടികിട്ടിയോ? അതായത് നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെ ഇംഗ്ലീഷിൽ അതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 750 milliliter ഈസ് 3 times as much as കേട്ടോ. ഇതെങ്ങനെ പറയുമെന്ന് എങ്ങനെ പറയും? 250 milliliter. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതണം, മലയാളം മീഡിയക്കാർ ഇതും എഴുതണം കേട്ടോ. എങ്ങനെയുണ്ട്? മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഒരു ബോട്ടിൽ 250 milliliter വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 കുപ്പിയിൽ എത്ര ഉണ്ട്? നമുക്ക് കൊച്ചു പിള്ളേരുടെ 2 പഠിക്കുന്ന പിള്ളേർക്ക് പോലും അത് അറിയാൻ പറ്റും. എങ്ങനെയാ? 3 250 കൂട്ടിയാൽ മതി. അപ്പം അതിനെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുമ്പം 250 ഇൻറ്റു 3. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, എ പാക്കറ്റ് ക്യാൻ ഹോൾഡ് 500 gram ഓഫ് ഷുഗർ. നോക്കിക്കേ, ഒരു പാക്കറ്റിൽ എത്ര? 500 gram ഷുഗർ മീൻസ് പഞ്ചസാരയുണ്ട് അല്ലേ? ഹൗ മച്ച് ഷുഗർ ഡു വി നീഡ് ടു ഫിൽ 4 പാക്കറ്റ്? ഒരു പാക്കറ്റിൽ 500 gram പഞ്ചസാരയുണ്ട്. നമ്മൾ 1/2 കിലോ പഞ്ചസാര മേടിച്ചോണ്ട് പോവാ. ഈ 1/2 കിലോ എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞല്ലോ, 1/2 കിലോ എന്ന് പറഞ്ഞാൽ 500 gram ആണ്. ഏതൊറക്കത്തിൽ ചോദിച്ചാലും പറയണം. എന്താ കുഞ്ഞുങ്ങളെ? എന്തുവാ ഞാനിപ്പോൾ എണീക്കുന്നില്ലെന്നോ? ഏതൊറക്കത്തിൽ വിളിച്ചാലും നമ്മളെന്താ ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞ് എണീക്കുന്നുള്ളെന്നോ? അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞ കുഞ്ഞുങ്ങളെ, 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1/2 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 500 gram ആണ്. തിരിഞ്ഞു പോവല്ലേ? 1/2 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 500 gram ആണ്. ഓക്കെ. അപ്പോൾ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് 500 gram ആണെങ്കിൽ 4 പാക്കറ്റ് ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ? 500ൻ്റെ 4 പാക്കറ്റ് ഞാൻ 4 പാക്കറ്റ് പഞ്ചസാര എടുത്ത് വെച്ചേക്കുക. കണ്ടോ? അപ്പോൾ എത്ര വരും? 5 10 15 20 2 0. കണ്ടോ? എനിക്ക് 2000 കിട്ടി. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ? ഇവിടെ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണെന്ന്. അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 500 ഇൻറ്റു 4 ആണോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 500ൻ്റെ ഇവിടെ ചെയ്തിട്ടുണ്ട്. 500ൻ്റെ എത്ര? 4 എണ്ണം. അപ്പോൾ 500 ഇൻറ്റു 4 ഈസിക്കൽ ടു 2000 gram. ഇനി നോക്കിക്കേ, ഈ 2000 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതും? 2000 gram എന്നാണോ പറയുന്നത്? അല്ല. എന്താ കുഞ്ഞുങ്ങളെ? 1 കിലോ എന്ന് പറയുന്നത് എത്ര എന്ന് നമ്മൾ പറഞ്ഞു? 1000 gram ആണ്. ആണോ കുഞ്ഞുങ്ങളെ? ആണ്. അപ്പം 2 kg എന്ന് പറയുന്നത് എന്താണ്? 2000 gram ആണ്. അപ്പം നമുക്കിവിടെ 2000 gram അല്ലേ കിട്ടിയത്? അപ്പോൾ ഇത് എത്ര കിലോയാണ്? 2 കിലോയാണ്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായില്ല? 2 ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നല്ലപോലെ മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി കുഞ്ഞുങ്ങളെ. കാരണം കണക്ക് നമ്മൾ പലരും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഓരോ രീതിയിലല്ലേ. അപ്പം നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാവുന്നത് വെച്ചാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇടാം. ഇതിപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അര അധികം അര, അതായത് 1/2 + 1/2 ഈസിക്കൽ ടു ഫുള്ളാണ്. അതുപോലെ തന്നെ കാൽ, 4 കാൽ എന്ന് വെച്ചാൽ നമ്മുടെ കാലല്ലേ കുഞ്ഞുങ്ങളെ? കാൽ എന്ന് വെച്ചാൽ എന്താണ്? 1/4ൻ്റെ മലയാളത്തിൽ പറയുന്നതാണ് ഈ കാലെന്ന് കേട്ടോ.
1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, അതായത് 4/4 ഈസിക്കൽ ടു 1 ആണ് കേട്ടോ. അത് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് kg എന്ന് വെച്ചാൽ 500 ഗ്രാം ആണ്. ഹാഫ് kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ രണ്ടു കേട്ടോ. അത് 1000 എന്ന് പറയുന്നത് എന്താണെന്നാ നോക്കിയോ നിങ്ങളെ. 1000 എന്ന് പറഞ്ഞാൽ എത്ര അര കിലോകൾ ചേർന്നതാണ്? അര കിലോ എന്ന് വെച്ചാൽ ഹാഫ് kg പ്ലസ് ഹാഫ് kg 500 അധികം 500 ചേരുന്നതാണ് 1000 എന്ന് പറഞ്ഞതേ ഉള്ളൂ. നോക്കിയാൽ നമുക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. 500ന്റെ 4 മടങ്ങിനെ എന്താവും നിങ്ങളെ 500ന്റെ 4 മടങ്ങിനെ നമ്മൾ എങ്ങനെ എഴുതാം? 500 ഇൻറ്റു 4, അതായത് 500 ഇൻറ്റു 4 എന്ന് എഴുതാം. 500ന്റെ 4 മടങ്ങ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാവും നിങ്ങളെ പറയുന്നത്? 4 ഇൻറ്റു 500 4 ടൈംസ് അല്ലേ? 4 ഇൻറ്റു 500 എന്നല്ലേ? 4 ഇൻറ്റു 500 4 ടൈംസ് 500. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷുകാർക്കാണ് കേട്ടോ. 1/2ന്റെ 4 മടങ്ങിനെ നമ്മൾ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 4 എന്ന് എഴുതാം. ആണല്ലോ. ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? ഓഫ് ഇല്ലേ? ഓഫ്. 1/2 ഓഫ് എന്ന് വെച്ചാൽ ഇൻ്റെ 4 എന്ന് എഴുതുമ്പോൾ 4 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 1/2 ഇൻറ്റു 4 എന്നായാലും മതി. അപ്പോൾ 4 ടൈംസ് 1/2. ഇംഗ്ലീഷുകാർ ഇങ്ങനെ എഴുതണം, മലയാളം മീഡിയക്കാർ അങ്ങനെ എഴുതണം കേട്ടോ. ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കാണുമ്പോൾ അറിയാമോ ഇംഗ്ലീഷ് ഏതാ മലയാളം ഏതാന്ന് കേട്ടോ. നോക്കിക്കേ, 250 മില്ലി ലിറ്റർ എന്നാൽ 1/4 ലിറ്റർ. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. 250 മില്ലി ലിറ്റർ എന്നാൽ എന്താവും നിങ്ങളെ? 1/4 ലിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 1/4 ആണ് കേട്ടോ. 1/4 1/4 ലിറ്റർ ചേർന്നാൽ എന്താണ്? 3/4 ലിറ്റർ എന്നാണ് പറയുന്നത്. 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/4 എന്നാണ് 1/4. അതുപോലെ 3 എണ്ണം ചേർന്നാൽ 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ഈസിക്കൽ ടു എത്ര നിങ്ങളെ? 3/4 എന്ന് വെച്ചാൽ എന്താണ്? 3/4. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളങ്ങ് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? ആദ്യത്തെ പേജിൽ പറഞ്ഞില്ലേ 1/4 അര 3/4 എന്നൊക്കെ. അത് നല്ലപോലെ അറിഞ്ഞെങ്കിലേ ഈ പാഠം പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? നോക്കി എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. 250 ഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 പീസസ് ഓഫ് പംകിൻ ഈച്ച് വെയിറ്റ് അല്ല കേട്ടോ, വെയിങ് 250 ഗ്രാം കേട്ടോ. എന്ന് വെച്ചാൽ 250 ഗ്രാം വീതം ഭാരമുള്ള എന്ന് വെച്ചാൽ 1/4 ഗ്രാം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങ. നമുക്ക് ഈ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ 2 പീസ് മത്തങ്ങ കിടക്കുന്നൊന്നും മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് എന്താ അതിൻ്റെ ഭാരം എത്രയാണ്? എങ്ങനെയാവും നിങ്ങളെ അറിയുന്നത്? അതായത് എത്ര കഷ്ണമാണ്? 2 കഷ്ണമാണ് നമുക്ക് 2 പീസ് ഓഫ് മത്തങ്ങ അല്ലേ? എത്ര ഗ്രാം വീതം ഉള്ളതാ? 250 ഗ്രാം. നമുക്ക് വേണേൽ മാറ്റി എഴുതാം. എന്താ നിങ്ങളെ? 250 ഗ്രാമിൻ്റെ 2 വീതം ഉള്ളതാണെങ്കിൽ എങ്ങനെ എഴുതാം? 500 ആണെന്ന് നമുക്കറിയാം. 500 ഗ്രാം. ഈ 500 ഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? അര കിലോ ആണെന്ന് ഓർത്തോണേ. അത് ചോദ്യത്തിലുണ്ടോ നിങ്ങളെ? 2 ഇൻറ്റു 2, കാരണം നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാനാണ്. അപ്പം നമ്മളിങ്ങനെ കാണിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. 2 ഇൻറ്റു 250 ഈസിക്കൽ ടു 500 ഗ്രാം എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്താ വലിയ മല മറിക്കുന്ന ഒന്നുമല്ല നിങ്ങളെ. ഇത് എളുപ്പമായി ഫ്രാക്ഷൻ്റെ പാഠം. കാരണം ടേബിളും ഒക്കെ അറിയാവുന്ന പിള്ളേർക്ക് നല്ലപോലെ എളുപ്പം എഴുതാൻ പറ്റുന്ന. നോക്കിക്കേ, 2 ഇൻറ്റു 250 ഈസിക്കൽ ടു 500 ഗ്രാം. ഇനി അവർ ചോദിച്ചേക്കുന്നത് നിങ്ങൾ അതിനെ എന്താക്കുക? കിലോയിലോട്ട് മാറ്റി കാണിക്കാൻ കേട്ടോ. അത് ഞാനിവിടെ എഴുതിയില്ല. ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും ഇതിനെ? 500 ഗ്രാം ഈസ് 2 ടൈംസ് ആസ് മച്ച് ആസ് 250 ഗ്രാം എന്ന്. 250 ഗ്രാം എന്ന് വെച്ചാൽ എന്താ? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ എഴുതിയില്ലേ 500 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250ൻ്റെ 2 വട്ടം ചെയ്യുന്നതാണ്. 250 അധികം 250 അല്ലേ? ആണല്ലോ. സംശയമുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ മൾട്ടിപ്പിളിൽ എഴുതും? 2 ഇൻറ്റു 1/4 kg അല്ലേ? 1/4 വന്ന എങ്ങനെയാവും നിങ്ങളെ? ഒന്ന് പറഞ്ഞേ. 1/4 വന്ന എങ്ങനെയാ? 1/4 അല്ലേ? 250 എന്ന് പറയുന്നത് എന്താ? ഇതറിയാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 250 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 1/4 അല്ലേ? 1/4 ലിറ്ററാണ്. അപ്പം 1/4 ഇതിൻ്റെ എത്ര? 2 കഷ്ണമാകുമ്പോൾ 2 ടൈം 1/4 kg. അപ്പം 2 ഇൻറ്റു 1/4 2/4. അപ്പം 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇപ്പം 4ൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണം. ഇത് ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? 2/4 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് ഇല്ലയോ? നിങ്ങൾക്കറിയാം അല്ലേ? എത്ര? 2 1 ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ വെറുതെ പറയുവാണോ? ഞാൻ നോക്കൂ നിങ്ങളെ. 2/4 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആണല്ലോ. 2ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരുന്നുണ്ടെന്ന്? ഏതാ? 2ൻ്റെ ഉണ്ട്. 1 ഇൻറ്റു 2 കാരണം ഇതിനെ നമുക്ക് എന്താണ്? കിലോയിലോട്ട് മാറ്റണം. 2/4 എന്ന് പറയുന്നതിനെ കിലോയിലോട്ട് മാറ്റാൻ എന്താ? ഇതിൻ്റെ ഹാഫ് കാണുക. 2/4ൻ്റെ പകുതി എത്ര? 1/2. 1/2 എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എന്താ? 1/2 kg
അല്ലേ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി ½ kg ആണ്. ഇപ്പോൾ പിടികിട്ടിയോ? ഇവിടെ സംശയം വല്ലതും ഉണ്ടാവും നിങ്ങളെ. അതായത് 2 വെട്ടം നമ്മുടെ ചോദ്യമാണ്. 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 കഷ്ണത്തിന് 250 ഗ്രാം. അതാണിത് 2 ടൈംസ് 2 വെട്ടം 1/4 kg എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഓർത്തേക്കണം. ഈ 1/2 വന്ന എങ്ങനെയാണ്? 2/4ൻ്റെ നേർപകുതിയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ചിന്തിച്ച് വെച്ചേക്കണേ. നേർപകുതി, കാരണം ഏത് ടേബിളിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പം ½ kg. ഇതാണ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ നിങ്ങളെ? നോക്കിക്കേ അടുത്തത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് ഓഫ് റിബൺ? എന്താ ടോട്ടൽ ലെങ്ത്, ടോട്ടൽ നീളം 4 പീസ് ഓഫ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 75 സെൻറ്റിമീറ്റർ. വാട്ട് ഈഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റർ? നോക്കൂ കുഞ്ഞുങ്ങളെ, 75 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണിൻ്റെ ആകെ നീളം എത്രയാണ്? 75 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണാണ്. ചോദ്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. 75 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണിൻ്റെ ആകെ നീളം എത്ര? നമുക്ക് എന്തോ ചെയ്താൽ മതി? 75 നമുക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഏറത്തിൽ ലാസ്റ്റ് ആൻസർ ശരിയാണോ എന്നറിയാൻ നല്ലപോലെ കൂട്ടാൻ അറിയാവുന്നവർ ഈ 75നെ 4 വെട്ടും 75 എന്ന് എഴുതിയാൽ മതി. എത്ര കിട്ടും? 300 കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ രണ്ടും ഒരുപോലെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാ. എന്തോ ചോദ്യം? 4 പീസ് ഓഫ് റിബൺ അല്ലേ, 4 കഷ്ണം റിബൺ എത്ര സെൻറ്റിമീറ്ററാ? 75 സെൻറ്റിമീറ്റർ. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ കാണിക്കുമെന്ന് ഞാൻ എപ്പോഴും ഒരു ബോക്സ് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെ അങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കൂ നിങ്ങളെ. 4 × 75 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 300 സെൻറ്റിമീറ്റർ. ഈ നോക്കിയേ, 300 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ ഈ ലെങ്തിനെ പുട്ടിൻ്റെ മീറ്ററിലോട്ട് മാറ്റാൻ. എന്താ മീറ്ററിലോട്ട് മാറ്റാൻ അതെന്താവും നിങ്ങളെ? ഞാൻ നോക്കിയേ, 1 മീറ്റർ, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ, 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ? അപ്പോൾ 300 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര? 3 മീറ്റർ. ടോട്ടൽ ലെങ്ത് ഓഫ് റിബൺ എത്ര നിങ്ങളെ? 3 മീറ്റർ. ഓക്കെ, നോക്കിയേ, ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. ഒരു കപ്പ് എടുക്കുക, 1/3 എന്ന് വെച്ചാൽ 1/3 എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 1/3 എന്ന് വെച്ചാൽ ലിറ്റർ പാലെടുക്കാം. 2 കപ്പിലാകെ എത്ര പാൽ നിറയ്ക്കാം? അങ്ങനെയാണെങ്കിൽ 4 കപ്പിലൊന്ന്. നമുക്ക് ചോദ്യത്തിൽ തന്നെ എന്താ 1/3 ഉണ്ട്. എത്ര? ഒരു കപ്പിൽ 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 2 കപ്പിലോ 2 × 1/3 ഇല്ലയോ? 2 × 1/3 2/3 ആണ്. സംശയം ഉണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ. ഉണ്ടോ? അതായത് ഒരു കപ്പിൽ 1/3 ആണെങ്കിൽ 2 കപ്പിൽ എന്താവും നിങ്ങളെ? 1/3 അധികം 1/3 എന്ന് എഴുതിയാലും പോരായോ? എത്ര? 2/3. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 3 കപ്പാണെങ്കിലോ 3 നമ്മളെന്തായാലും 3 1/3 ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ എത്ര? 3/3 വരും. അതായത് ഫുള്ള് നിറയുമെന്ന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട് 4/3 എത്രയെന്ന്. എങ്ങനെ എഴുതാം? 4 × 1/3 = 4/3 ലിറ്റർ. ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായെന്ന് തന്നെ പറയുക. ഞാൻ ഇതിൻ്റെ ബാക്കി ക്ലാസ് ഇടാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചാണ് ഞാൻ ബാക്കി ക്ലാസ് ഇടുന്നത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറ. അതെല്ലാം മനസ്സിലാവുന്നില്ല, എല്ലാം പുകഞ്ഞു നിൽക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പുകഞ്ഞങ്ങ് പോട്ടെ, ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറഞ്ഞോ, ഞാൻ അടുത്ത ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടാം കേട്ടോ. എത്ര സമയമില്ലെങ്കിലും സമയം ഒപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് ഇടുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റ് പോലും ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകല്ലേ നിങ്ങളെ? സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നടക്കട്ടെ കേട്ടോ. അതുപോലെ നമ്മുടെ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ. പഠിച്ച് ജോലിയൊക്കെ കിട്ടി വലിയ ആളാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.